ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നൊരു വൈറൽ റെസിപ്പി വീഡിയോ ആണ്. ഇഫ ചിക്കൻ. എന്ത് നല്ല പേരല്ലേ. ഇനി ഈ പഞ്ചായത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാക്കാൻ കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പേര് പോലെ തന്നെ അടിപൊളിയാണ്, ഉണ്ടാക്കാനും സിമ്പിളാണ്. അപ്പം നമുക്ക് തുടങ്ങാം. വലിയ ലെഗ് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കിലോ ചിക്കൻ കാണും. ചിക്കൻ അറഞ്ചും പുറഞ്ഞു വരയ്ക്കുന്നുണ്ട്, എന്നാലേ മസാലയൊക്കെ ഉള്ളി പിടിക്കുള്ളൂ. അല്ല, ഇതെല്ലാവർക്കും അറിയാം, പിന്നെ ഒരു വഴിക്ക് പോണതല്ലേ, ഇതൊക്കെ പറയാന്ന് വെച്ചു. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പാകത്തിന് ഉപ്പ്, 1/4 കപ്പ് തൈര്. ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയതായിട്ടുള്ളൊരു സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മിക്സ് ചെയ്ത മസാല ചിക്കനിലേക്ക് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് ആണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കും. ഞാനിവിടെ 1 മണിക്കൂറേ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ അതിലോട്ട് വെച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 30-40 മിനിറ്റ് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഈ ടൈമിന് ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് 3 മുട്ടയുടെ വെള്ളം എടുക്കുന്നുണ്ട്. മഞ്ഞ എടുക്കണ്ട കേട്ടോ. 3 ചീസ് എടുക്കുന്നുണ്ട്. 2 സ്പൂൺ പാലൊഴിക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് ക്രീമും പഞ്ചസാരയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒരു തിക്ക് ഗ്രേവി പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ആട്ടോ റെഡിയാക്കി എടുത്ത നമ്മുടെ ക്രീം. അപ്പോൾ വെന്ത് വന്ന ചിക്കനിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടിഭാഗത്ത് അപ്ലൈ ചെയ്യേണ്ട, മുകൾ ഭാഗം ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കവർ ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെ കുക്കാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്ലേവറിന് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് ബെറോട്ടയോ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തിന്നാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുടെ ഒന്ന് ഉണ്ടാക്കിയും കൂടെ നോക്കണം കേട്ടോ.